എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറേ നാളായില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് എത്തിയിട്ട് ഒരാഴ്ചയായിട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കണ സമയത്ത് തന്നെ എന്തോരം പണികൾ ഉണ്ടാവുന്നല്ലേ. അപ്പോൾ ഇത് ഒരു വർഷത്തിൽ കൂടുതലായി ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വന്നിട്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇവിടെ വന്ന ശേഷം നോക്കണ സമയത്ത് അറിയാൻ കഴിഞ്ഞു നമ്മുടെ ഫ്രിഡ്ജൊന്നും വർക്കിംഗ് കണ്ടീഷനിലല്ല എന്നുള്ളത്. അപ്പോൾ 2 ടെക്നീഷ്യൻസിനെ കൊണ്ടുവന്ന് 2 ഒപ്പീനിയനൊക്കെ എടുത്ത് നോക്കി. ഫ്രിഡ്ജിന് ശരിയാവുന്ന ലക്ഷണങ്ങളൊന്നും ഇല്ലയെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ ഇന്നൊരു പുതിയ ഫ്രിഡ്ജ് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഏതാ വാങ്ങണ്ടേ ഒന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അവിടെ ഷോറൂമിൽ എത്തിയ ശേഷം അവരോട് തന്നെ ചോദിച്ച് നമ്മൾ വാങ്ങാന്നുള്ളൊരു ഡിസിഷനിലാണ് ഇപ്പം ഇരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരമുള്ള ഒരു ഷോറൂമിലേക്കാണ് നമ്മൾ പോയി നോക്കാൻ പോണേ കേട്ടോ. അപ്പോൾ ഒരുപാട് ദൂരെയൊന്നും പോയി വാങ്ങേണ്ട ആവശ്യമില്ല. എല്ലാം അവിടെ ഏകദേശം ഒരേ പ്രൈസൊക്കെ ആയിരിക്കും. എനിക്ക് ഈ ഷോറൂംസിലൊക്കെ പോയിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ചമ്മലാട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു ഓട്ടോ പ്രദർശനം പോലെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി വാങ്ങാനായിട്ട് പോവാം. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഗിരിയാസ് എന്ന് പറഞ്ഞുള്ള ഒരു ഷോറൂമിലേക്കാണ്. ചെന്നൈയിലുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും, ഇവർക്ക് പല ഭാഗത്തായിട്ട് ഷോറൂംസ് ഉണ്ട്. വലിയൊരു ശൃംഖല തന്നെയാണ് അവരുടെ. അപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ് റോട്ടിലൊന്നും അധികം തിരക്ക് കാണാത്തത്. അല്ലാത്ത സമയത്താണെങ്കിൽ നല്ല തിരക്കുണ്ടാവും. ഇതിലേ കൂടെ പോകാൻ തന്നെ ഒരുപാട് നേരം എടുക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ അടുത്താട്ടോ, ഒരു 10 മിനിറ്റ് പോലും ഇല്ല കാറിലാണെങ്കിൽ. അപ്പോൾ നമ്മളിതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷോറൂമിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഫ്രിഡ്ജിൻ്റെ സെക്ഷൻ ഉള്ളത്. അപ്പോൾ അതാ വിജോട്ടയും സെയിൽസ് ലീഡിയും കൂടെ ഫ്രിഡ്ജിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് ഓട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ചത് നോർമലായിട്ടുള്ള ഡബിൾ ഡോർ ഫ്രിഡ്ജാട്ടോ. അപ്പോൾ എനിക്ക് സിൽവർ കളർ തന്നെയാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറ്. ഇതിന് മുമ്പുള്ള ഫ്രിഡ്ജും ഡബിൾ ഡോർ തന്നെ ആയിരുന്നു, അതും സിൽവർ കളർ തന്നെ ആയിരുന്നു കേട്ടോ. സിൽവർ കളർ പ്രിഫർ ചെയ്യാനുള്ള കാരണം നമ്മൾ ഇപ്പോൾ എവിടെ പോയാലും അത് നല്ലൊരു മാച്ചായിരിക്കും നമുക്ക് എവിടെ വെക്കുകയാണെങ്കിലും. അപ്പോൾ കളറുള്ള ഫ്രിഡ്ജ് എനിക്ക് അത്ര വലിയ പിടുത്തമില്ല. അപ്പോൾ ഇപ്രാവശ്യം വാങ്ങിയത് ഇതാ ഈ ഒരു ഫ്രിഡ്ജ് തന്നെയാണ്. ഇത് വേൾപൂളിൻ്റെയാണ്, 260 ലിറ്റേഴ്സിൻ്റെയാണ്. നോർമലായിട്ടുള്ള ഫ്രിഡ്ജ് കേട്ടോ. അപ്പോൾ അവർ ഇപ്പോൾ ഓരോ ഫ്രിഡ്ജിനും ഓരോ സ്പെസിഫിക്കേഷൻസ് പറയണ പോലെ ഇതിൽ വെജിറ്റബിൾസ് കുറേ നാൾ ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നതാണ് പറയണത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എല്ലാ ഫ്രിഡ്ജിലും പല സ്പെസിഫിക്കേഷൻസ് പറഞ്ഞാലും നമ്മൾ നോർമലായിട്ട് തന്നെയല്ലേ യൂസ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഫ്രിഡ്ജാണ് എടുത്തത്. പല മോഡൽസിലും പല റേഞ്ചസിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ സെലക്ഷനൊക്കെ കഴിഞ്ഞു തിരിച്ച് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞാണ് ഞങ്ങൾ ഷോറൂമിലേക്ക് പോയത്. സന്ധ്യ ആകുമ്പോഴേക്കും ഡെലിവറി കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഷോറൂം നല്ല ഫ്രിഡ്ജ് ഡെലിവറി ചെയ്യാറ്. അവരുടെ മെയിനായിട്ടുള്ള ഒരു ഗോഡൗൺ ഉണ്ട് അണ്ണാനഗറിൽ. അവിടെ നിന്നാണ് ഡെലിവറി അവർ തരാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആൾ വന്ന് ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും ഞങ്ങൾ നിന്നില്ല. ഫ്രിഡ്ജ് തന്നെ അല്ലേ, അതിൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അത് മോൻ തന്നെയാണ് എല്ലാം ചെയ്തത്. അപ്പോൾ ഈ പുതുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വാങ്ങുകയാണെങ്കിൽ നമ്മൾ അത് പൂജയൊക്കെ ചെയ്തിട്ടാണ് എടുക്കാറ് കേട്ടോ. അത് നമ്മുടെ ഈ ഒരു എന്താണ് തമിഴ്നാട്ടിൽ ഇരിക്കണതിൻ്റെ ഒരു പ്രത്യേകത ആണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇവിടെ എല്ലാ സാധനങ്ങൾ വാങ്ങിയാലും ഈ ഒരു രീതിയിലാട്ടോ ഇവരൊക്കെ ചെയ്യുക. അപ്പോൾ അത് നല്ലൊരു കാര്യമായതുകൊണ്ട് ഞാനും എന്ത് നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് വാങ്ങിയാലും ഇതുപോലെ പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് എടുക്കാറ്. അപ്പോൾ എൻ്റെ മോനാണ് സ്വിച്ച് ഓൺ ചെയ്തത്. അപ്പോൾ ഫ്രിഡ്ജ് ഓൺ ചെയ്ത ശേഷം അതാദ്യമായിട്ട് ഇതാ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുകയാണ്. 4 റാക്സ് ഉണ്ട്. ഒന്ന് ഡയറി പ്രോഡക്ട്സ് വെക്കാനായിട്ട്, പിന്നെ നോർമലായിട്ടുള്ള 3 റാക്സ് എല്ലാ ഫ്രിഡ്ജിലുള്ള പോലെ തന്നെ. പിന്നെ വെജിറ്റബിൾ ട്രേ ഏറ്റവും താഴെയായിട്ട്. പിന്നെ സൈഡിൽ 4 റാക്സ് ഉണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഫ്രിഡ്ജ്? എല്ലാവരും കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതേ. ഇനി അടുത്ത് ഫ്രീസർ സെക്ഷൻ. അവിടെയും ഇതുപോലെ ഐസ്ക്രീം വെക്കാനായിട്ടുള്ളൊരു ട്രേ ഉണ്ട്. അതുപോലെ തന്നെ ഐസ് ക്യൂബ്സ് അത് ഇടാനുള്ളൊരു ട്രേ.
പിന്നെ കുറച്ച് ദിവസമായി നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നിനും സമയം കിട്ടുന്നില്ല. മാത്രമല്ല കുറച്ചുകൂടെ അടുക്കി പെറുക്കി വെക്കാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ റെഗുലറായി വീഡിയോസ് ഉണ്ടാവും. പിന്നെ ഇവിടെയും 2 സെക്ഷനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഔട്ടർ പോർഷൻ. ഇതിൽ എഴുതിയിരിക്കുന്നത് 6 സെൻസ് ഡീപ്പ് ഫ്രീസർ എന്നാണ്. വേൾപൂളിൻ്റെ നിയോ ഫ്രഷ് ആണ് മോഡല്. ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ 2 സ്റ്റാർ അല്ലെങ്കിൽ 3 സ്റ്റാറൊക്കെയാണ് മാക്സിമം വരാറുള്ളത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ ഫ്രിഡ്ജ് 2 സ്റ്റാറാണ്. അതുപോലെ തന്നെ കംപ്രസറിന് 10 ഇയേഴ്സ് വാറണ്ടി ഉണ്ട്. ബാക്കിയുള്ള പാർട്സിനാണെങ്കിൽ 1 ഇയർ വാറണ്ടി ഉണ്ട്. ഇത് ടോട്ടലായിട്ട് 265 ലിറ്റേഴ്സാണ് ഫ്രിഡ്ജിൻ്റെ കപ്പാസിറ്റി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇനി മാക്സിമം ശ്രമിക്കാം കേട്ടോ വീഡിയോസ് ഗ്യാപ്പ് വരാതിരിക്കാനായിട്ട്.